കേരളത്തിലെ കോൺഗ്രസിന് വെള്ളാപ്പള്ളി വർഗീയവാദിയാണ് എന്നുള്ള അഭിപ്രായം ഉണ്ടോ? കേരളത്തിലെ പൊതുസമൂഹത്തിന് പൂർണ്ണമായും വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്, വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം ഉണ്ടോ? കോൺഗ്രസ്സുകാരെന്ന് പറയട്ടെ പൂർണ്ണമായിട്ടും. നിങ്ങളുടെ ചർച്ചയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ അല്ല ആയിക്കോട്ടെ, ഓക്കെ നിങ്ങളത് പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SNDPയുടെ നേതാവാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഒന്നോ രണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ വന്നാൽ ആ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം മുൻനിർത്തി അദ്ദേഹത്തെ വിലയിരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകളെ ഇനി ഞാൻ പറഞ്ഞോട്ടെ, തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി മാത്രമല്ല, ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്തെ അല്ല ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തായി ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പറയട്ടെ സ്മൃതി, വെള്ളാപ്പള്ളിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് അന്വേഷണവും കേസും ഒക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ പരാതി എന്ന് പറയുന്നത് പിടിച്ചിട്ട് അങ്ങ് അകത്തിടാനുള്ള പരാതി ഒന്നും ആവില്ലല്ലോ. ഓരോ പരാതിക്കും അതിൻ്റെതായ എന്തുണ്ട്, തലങ്ങളുണ്ട്. അത് ആ രീതിയിൽ പരിശോധിക്കും. അല്ല സ്മൃതി ആഗ്രഹിക്കുന്നത് പോലെയല്ല, അത്രേ പറയാൻ സൗകര്യമുള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, അസ്വസ്ഥാവല്ലേ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. സ്മൃതി ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നല്ലേ. ആ പരാതി അന്വേഷണം നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിന് പരാതി കൊടുത്തിട്ടുമുണ്ട്. ഇനി അടുത്തത് പിന്നെ പറയാം. ഇവിടെ ആര്യാടൻ മുഹമ്മദ് മലപ്പുറത്തെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ലേ? മലപ്പുറം ജില്ല ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുട്ടി പാകിസ്ഥാനാകുമെന്ന് ആര്യാടൻ പറഞ്ഞിട്ടില്ലേ? ആര്യാടനെ വർഗീയവാദി എന്നാണോ കോൺഗ്രസ് പറയാ? രാജു പി നായർ പറയോ? എത്ര തവണ മലപ്പുറത്തെ തങ്ങന്മാർക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദ്? ഇല്ലേ? മലപ്പുറത്തെ എത്ര കോൺഗ്രസ്സുകാരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ കോൺഗ്രസ്സുകാരെ ഇതുപോലെ പറയാൻ ഇവർ തയ്യാറാവില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു, വിജയരാഘവൻ സഖാവ് പ്രസംഗത്തിൽ പറഞ്ഞു വർഗീയവാദികളുടെ വോട്ട് വാങ്ങി. എന്തേ വോട്ട് വാങ്ങിയിട്ടില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയും SDPയും ഒക്കെ വർഗീയവാദികളാണ്. അവർ പരസ്യമായി ഈ പറയുന്ന കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. പിന്നെ അത് പറയാതിരിക്കാൻ പറ്റുമോ? ജയിച്ചു എന്ന് കരുതി ഇതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം ജയിച്ചു വന്നു, രാജ്യത്ത് ഭരണത്തിലെത്തി, അത് കരുതി അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല എന്നാണോ? നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ എന്നിട്ട് 2021 ജയിച്ചു വന്നില്ലേ? അത് കരുതി നിങ്ങളെല്ലാം അങ്ങ് അവസാനിപ്പിച്ചു പോയോ പറയുന്നത്? വീണ്ടും നിങ്ങൾ ആവർത്തിച്ച് പറയില്ലേ? അത് നിങ്ങളുടെ ബോധ്യമാണ്. ഞങ്ങളുടെ ബോധ്യവും പറയും. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് ആരാണ്? അത് VD സതീശനാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നത്? കൊടുത്തത് VD സതീശനാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തതിനെ കേരളത്തിലെ ഈ പറയുന്ന UDFനാകെ ഒരേ അഭിപ്രായമാണോ? മുസ്ലിം ലീഗിന് ഒരു അഭിപ്രായമാണോ? KM ഷാജി എന്ന് പറയുന്ന ഇവരുടെ നേതാവല്ലേ? തീവ്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടില്ലേ? തീവ്രവാദവും ഭീകരവാദവും ഈ ചെറുപ്പക്കാരിൽ കുത്തിവെക്കുന്ന വൈകാരികമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ആളല്ലേ ഈ KM ഷാജി? യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടെന്തേ ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു? അത് ഈ VD സതീശന്റെ നിലപാടല്ലേ? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ മാത്രമാണോ പറയുന്നത്? ഞങ്ങൾ മാത്രമാണോ പറഞ്ഞിരുന്നത്? അല്ല, ഞങ്ങൾ എവിടെയും പ്രത്യക്ഷത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ആ സഖ്യം പോലെയാണെങ്കിൽ മറ്റത്തൂരിൽ സഖ്യം എന്താ സ്ഥിതി? മറ്റത്തൂരിൽ അല്ല, ഞങ്ങൾ ഒരു പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഇല്ല. ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ഞാൻ പറഞ്ഞോട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ വേദികളിൽ പ്രസംഗിച്ചതോ, നിങ്ങൾ വോട്ട് വാങ്ങിയതോ, എന്തൊരു താല്പര്യമാണ്. ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, നിങ്ങൾ ഇതന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ കേരളത്തിലെ CPMന്റെ നേതാക്കന്മാരെ കണ്ടതിന്, അത് അവർക്ക് കാണാൻ അവസരം കൊടുത്തതിന് അതിന് തെറ്റുണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ കണ്ടിട്ടുണ്ട് എന്ന്. അത് കരുതി അവരുമായിട്ട് സഖ്യമുണ്ട്, അവരുടെ ഏതെങ്കിലും നയപരിപാടികൾ അവരുടെ ആദർശത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ടോ? അവരുടെ മതരാഷ്ട്രവാദം ഇല്ലാതായി എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏത് സാഹചര്യമാണ്? അത് ഏത് പരിപാടിയാണ്? പൊതു പരിപാടിയിൽ ആ പ്രദേശത്തെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എനിക്കറിഞ്ഞൂടാ. എന്താണ്
എനിക്കറിഞ്ഞൂടെ ഏതാ പരിപാടി, ഏതാ പരിപാടി? നിങ്ങൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണ്ട ഉത്തരവാദിത്തോട് കൂടി പറയാം. ഏതാ പരിപാടി? പങ്കെടുത്തിട്ടില്ല എന്നങ്ങട് കാരണം അദ്ദേഹം ഒരു ദിവസം ഒരുപാട് പരിപാടി എനിക്കറിഞ്ഞൂടെ, നിങ്ങൾക്ക് അറിയണല്ലോ. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല സുഹൃത്ത്, എനിക്കത് ആവശ്യമില്ല, അത് വിശദീകരിക്കാനല്ല എനിക്കതിന്റെ ആവശ്യമില്ല. ഏതാ പരിപാടി നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് പറയാം. മറുപടി പറയാൻ പിന്നെ എന്തിനാ ഇരിക്കുന്നത്? അല്ല പിന്നെ നിങ്ങളല്ലേ ആരോപണം ഉന്നയിച്ചത്? ഞാനാണോ ഉന്നയിച്ചത്? മറുപടി പറയണ്ടേ ഇതൊക്കെ വസീഫ്? എന്റെ കുറ്റാണോ? മറുപടി പറയണ്ടേ വസീഫ്? നിങ്ങൾ അസ്വസ്ഥമാവുന്നത്? നിങ്ങൾ അറിയണ്ടേ വസീഫ്? ഏതാ പരിപാടി എന്ന് പറ. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി ഏതാ പരിപാടി നിങ്ങൾ പറയുന്നേ? ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ എം വി ഗോവിന്ദൻ പണമുണ്ടെന്നേ. ഞാൻ അറിയാത്തത് എങ്ങനെ പറയാ? നിങ്ങൾ പറയണം. അറിവില്ലായ്മ പരിപാടി എന്താണെന്ന് പറയണം. ഇത് നിങ്ങൾ പറഞ്ഞ പരിപാടി ഞാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞത് തെറ്റാണോ? നിങ്ങളല്ലേ പറയേണ്ടത്. അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. അയച്ചുതരാം. പട അയച്ചാ പോരാ, പരിപാടി ഏതാന്ന് പറ. പരിപാടി എന്താ നിങ്ങൾ പറയണം. ഇതാ പറഞ്ഞത്, പരിപാടി നിങ്ങൾ പറയണം. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി പണം വരുമ്പോൾ ആ പരിപാടി എന്തിനു പങ്കെടുത്തു എന്നുള്ള പറയണം. അല്ലെങ്കിൽ അതൊരു വ്യാജ ചിത്രമാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുകയും വേണം കേട്ടോ. ഞങ്ങള് കേസ് കൊടുക്കേണ്ടതിനൊക്കെ ഞങ്ങൾ കേസ് കൊടുക്കും. സ്മൃതി ഏതെങ്കിലും പടമോ ഏതെങ്കിലും പരിപാടിയോ ഉന്നയിച്ചിട്ട് ഇങ്ങനെ പറയല്ലേ? കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ പറ, കേരളത്തിൽ എവിടെയെങ്കിലും CPM പരസ്യമായി ഞങ്ങൾ ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടിനെ അംഗീകരിക്കുന്നു, അവരുടെ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറയില്ല. എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, മറ്റത്തൂരിൽ ജയിച്ചു കഴിഞ്ഞ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച 8 പേരാണ് കൂട്ടത്തോടെ പോയി BJPയുമായി ചേർന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചവർ താമരയായി മാറി അവിടെ മത്സരിക്കുക CPMനെ തോൽപ്പിക്കാൻ. നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്കൊരു അസ്വസ്ഥതയില്ല, ഒരു ചൊറിച്ചിലുമില്ല. കുമരകത്ത് ഞങ്ങളാണ് ഭൂരിപക്ഷം, 8 സീറ്റിൽ ജയിച്ചത് ഞങ്ങളാണ്. UDFന് 3-4 സീറ്റാ ഉള്ളത്, 4 സീറ്റ്. അവരുടെ ഇരട്ടി സീറ്റാ ഞങ്ങൾക്ക്. BJPക്ക് 3 സീറ്റാ. മറ്റൊരു വിമതൻ മത്സരിച്ച് ജയിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, സ്വതന്ത്രൻ. അവരെ കൂട്ടി ഞങ്ങളെ തോൽപ്പിക്കും. അപ്പൊ എന്താ ഇവിടെ വരുന്നത്? ഇതാ ഞങ്ങൾ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയും 3 BJPക്കാരും ഒരു സ്വതന്ത്രയെ പിന്തുണച്ചു. അപ്പോൾ നിങ്ങൾ അതിനെ പറഞ്ഞു എല്ലാ ഈ 8 കോൺഗ്രസ്സുകാരും BJPയിലേക്ക് പോയി എന്ന്. മറ്റത്തൂർ പ്രത്യേകമായി എടുത്ത് ഒരു ദിവസം മറ്റത്തൂർ തന്നെയാണ് ചർച്ച ചെയ്തതെന്ന് വസീഫ് ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ചർച്ച അങ്ങനെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് രാജു പിന്നാർ മറുപടി വിട്ടെ. Debate with Smriti Parathikkad.